അസ്സലാമു അലൈക്കും. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മസാല ബേയുടെ റംദാൻ വിഭവങ്ങളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതമായ മസാല ബേയുടെ ഷെഫ് ടിബിനാണ്. ഇന്ന് എന്ത് സ്പെഷ്യലാണ് ടിബിൻ നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ ടിബിൻ? ഓക്കെ, ചിക്കൻ അനിയൻ ഫ്രൈ ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി ജൂലിയൻ ചെയ്തത്, ഇഞ്ചി ജൂലിയൻ ഗാർലിക് ചോപ്പ് ചെയ്തത്, പച്ചമുളക് ഡൈസായിട്ട് കട്ട് ചെയ്തത്, കറിവേപ്പില, ടൊമാറ്റോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ലൈം ജ്യൂസ്. പിന്നെ നമ്മൾ ഒനിയൻ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, മുന്നേ തന്നെ ഫ്രൈ ചെയ്ത ഒനിയൻ ആണ്. അത് നമ്മൾ ഓയിലിൽ ജസ്റ്റ് സോട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ ചിക്കൻ മാരിനേഷൻ ചെയ്ത് വെച്ചേക്കുന്നു. ചിക്കൻ മാരിനേഷൻ ചെയ്തിരിക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, ലൈം ജ്യൂസ്, ഉപ്പ്. ഓക്കെ, ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഓയിൽ ചൂടായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓയിലിലേക്ക് ചിക്കൻ ഇടാം. ഓക്കെ, ആദ്യം തന്നെ ഓയിലിലേക്ക് നമ്മൾ ചിക്കൻ ഇടുകയാണ്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓയിലിലേക്ക് ഇട്ടു. അപ്പം ഒരുവിധം നന്നായിട്ട് ഒരു ബ്രൗണിഷ് ഷെയ്ഡൊക്കെ വരുന്ന വരെ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യണം. അതിന് നമുക്ക് ചിക്കൻ മാറ്റാം. ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നമ്മൾ വേറൊരു പാനിലേക്ക് മാറ്റുവാണ്. ഇത് സൗത്ത് ഇന്ത്യയിൽ നമ്മൾ സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്ന ഐറ്റമാണ്. ഓക്കെ, അധികം ഓയിലൊന്നും ഇല്ലാതെ ഈ ഒനിയൻ ഫ്രൈ ചെയ്യുന്നതും ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും ഓയിലേ ഉള്ളൂ. അല്ലാതെ നമ്മൾ കുക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ നമ്മൾ ഇതിലേക്ക് ഇടുകയാണ്. ഓക്കെ, അപ്പം ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അനിയൻ നമ്മൾ അതിലേക്ക് ഇട്ടു. സാധാരണ ഡിഷുകളൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഒനിയനൊക്കെ നമ്മൾ അല്ലാതെ സോട്ട് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഇത് ഫ്രൈ ചെയ്തേക്കുന്നതുകൊണ്ട് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല ഒരു ക്രിസ്പ്നെസ് തോന്നിക്കും. ഓക്കെ, മുന്നേ ഒനിയൻ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ സാധാരണ ഉള്ള ഡിഷുകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ചോപ്പ് ജിഞ്ചർ ആയിരിക്കും. ചോപ്പ് ജിഞ്ചർ ഉണ്ട്. നമ്മൾ ഓയിലിൽ സോട്ട് ചെയ്തിട്ടാണ് ജിഞ്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എല്ലാം ഇതിൻ്റെ ഈ ജിഞ്ചർ കടിക്കുമ്പോൾ നമുക്കൊരു ഫ്ലേവർ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്ലൈസ് ആയിട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഗാർലിക്. അപ്പം ഒന്നും ഓയിൽ യൂസ് ചെയ്യാത്ത കാരണം എല്ലാത്തിൻ്റെ ഒരു ഫ്ലേവർ അത് ഉണ്ടാകും. കറിവേപ്പില എല്ലാം തീയിൽ ഒരു കുഞ്ഞ് ഫ്ലെയിമിൽ എല്ലാം സോട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് മസാല ഇടാം. ഓക്കെ, ലൈറ്റ് മസാല മതി. മസാല വരെ കുറവാണ്, അതുകൊണ്ട് എല്ലാവർക്കും മസാല ഉള്ള ഫുഡുകൾക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇത് കഴിക്കാം. അതെ, അധികം മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഓക്കെ, അപ്പോൾ ഭയങ്കര ഹെൽത്തി ആയ ഫുഡാണ്. ലൈം ജ്യൂസ്. ഓക്കെ, ലൈം ജ്യൂസ് നമ്മൾ എല്ലാത്തിനും നല്ലതാണ്. ഓക്കെ, ലൈം ജ്യൂസ് ഫ്രൈഡ് ഐറ്റംസിനൊക്കെ നല്ലതാണ്. ഒരു സ്പൂണിന് നമ്മളൊരു 3 സ്പൂൺ ഒഴിക്കണേ. അത് പാകത്തിന്. ഓക്കെ, പാകത്തിന് നമുക്ക് ഉപ്പ് കൊടുക്കാം. അപ്പം ഓൾറെഡി മാരിനേറ്റ് ചെയ്തേക്കുന്നതിൽ ഉപ്പുണ്ട്. സോ ഇത് മൊത്തത്തിൽ ഒരു ഉപ്പ്. ഇനി നമ്മൾ മിക്സ് ചെയ്ത് ടൊമാറ്റോ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്യുക. ചിക്കൻ അനിയൻ ഫ്രൈ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. നമുക്കിതിനെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ചിക്കൻ അനിയൻ ഫ്രൈ ഇസ് റെഡി. അടിപൊളിയാണ്. എപ്പോഴും ടിബിൻ ഉണ്ടാക്കുന്ന ഡിഷസ് എല്ലാം ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ അടിപൊളിയാണ് ഇത്. മസാല ബേയുടെ റംദാൻ വിഭവങ്ങൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ മറ്റൊരു വിഭവമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തും. അതുവരയ്ക്കും ബൈ ഫ്രം കാത്തറിൻ.